ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹിബിസ്കസ് ഓറഞ്ച് ജ്യൂസാണ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ചെമ്പരത്തി. ഇതുണ്ടോ, ഞാനൊരു ചട്ടിയിലാണ് നട്ടു വെച്ചിരിക്കണേ. ചട്ടിയിൽ വെച്ചത് എന്താണെന്ന് വെച്ചാൽ എളുപ്പമുണ്ടല്ലോ പറിച്ചെടുക്കാനായിട്ട്. പറമ്പിൻ്റെ ഏതെങ്കിലും ഒരു മൂലക്കിലൊക്കെ ആണെങ്കിലേ നമ്മൾ പൂവുണ്ടായ കാണത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചട്ടിയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ചെമ്പരത്തി പൂക്കൾ പറിച്ചെടുക്കാം. അങ്ങനെ കുറച്ച് ചെമ്പരത്തി പൂക്കൾ കിട്ടി. ഇനി കുറച്ച് ചൈനീസ് ഓറഞ്ച് പറിക്കണം. ഇതാണ് കേട്ടോ നമ്മുടെ ചൈനീസ് ഓറഞ്ച്. ഇത് കണ്ടോ, നിറയെ ഉണ്ടായിട്ടുണ്ട് ഇതിൽ. നിറച്ചും ഓറഞ്ചുകളുണ്ട്. ഇതിൽ മൂത്തത് നോക്കിയിട്ട് നമുക്ക് പറിച്ചെടുക്കാം. ഇവിടെ ഒരെണ്ണം പഴുത്ത് കിടക്കുന്നുണ്ട്. ഈ ചൈനീസ് ഓറഞ്ച് മരം ഒന്ന് വെട്ടി ചെറുതാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കണില്ല കേട്ടോ. എപ്പോൾ നോക്കിയാലും നിറയെ ഓറഞ്ചാണിതിൽ. അപ്പോൾ നമുക്ക് വെട്ടാൻ തോന്നില്ല. അങ്ങനെ ഫ്രൂട്ട്സ് പിടിച്ച് നിൽക്കുമ്പോൾ നമ്മൾ വെട്ടരുതെന്ന് പറയും, അങ്ങനെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് വെട്ടാത്തത്. ഇനിയിപ്പോൾ ഏതെങ്കിലും സമയത്ത് ഇതിൽ ഫ്രൂട്ട്സ് കുറവാണെങ്കിൽ നമുക്കൊന്ന് വെട്ടണം അത്. കാരണം ഇപ്പോൾ ഇത് പറിച്ചെടുക്കാൻ, മുകളിലൊക്കെ ഉള്ളത് പറിച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് പഴുത്ത് കഴിഞ്ഞാൽ താഴേക്കായാലും വീഴും കേട്ടോ. ബുഷ് ഓറഞ്ച് പിന്നെ പക്ഷികൾക്കൊന്നും വേണ്ട കേട്ടോ. നല്ല പുളിയാണ്. ലെമൺ പോലെ തന്നെ ചൈനീസ് ഓറഞ്ചിന് നല്ല പുളിയാണ്. അതുകൊണ്ട് പക്ഷികൾക്കൊന്നും ഇതങ്ങനെ നോട്ടമില്ല. അപ്പം ഞാൻ ഇതിൽ നിന്ന് കുറച്ച് പറിച്ചെടുക്കട്ടെ. അങ്ങനെ ഞാൻ കുറച്ച് ചൈനീസ് ഓറഞ്ചും പറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലൊരെണ്ണം പഴുത്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഗ്രീനാണ്. അത് കുഴപ്പമില്ല. പച്ചയായാലും പഴുത്തതായാലും ഒക്കെ ചൈനീസ് ഓറഞ്ച് നല്ലതാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഇനി ഒരു ജ്യൂസ് ഉണ്ടാക്കാം. ഓക്കെ, ഇനിയിപ്പം നമ്മൾ ഈ ഒരു ചെമ്പരത്തിപ്പൂവ് ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇത് അത്യാവശ്യം ചൂടുള്ള വെള്ളമാണ്. ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ചെമ്പരത്തിപ്പൂവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മുട്ടുകൾ ഒന്ന് പിച്ചിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ വെള്ളത്തിൻ്റെ കളറ് നന്നായിട്ടൊന്ന് മാറും കേട്ടോ. നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് കണ്ടോ, പൂക്കളുടെ നിറമൊക്കെ മങ്ങി വെള്ള കളർ ആയിട്ടുണ്ട്. വെള്ളത്തിനും കുറച്ച് കളർ കിട്ടിയിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് ഒരു ഗ്ലാസ്സിലോട്ട് അരിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ വെള്ളം അരിച്ചെടുത്തിട്ടുണ്ട്. ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ചുവപ്പ് നിറം ഒക്കെ മാറിപ്പോയി. ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു വെച്ചു ആ വെള്ളം. അതിൻ്റെ കളർ കണ്ടോ, ഒരു ലൈറ്റ് പിങ്ക് കളറായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ചൈനീസ് ഓറഞ്ച് പിഴിഞ്ഞ ജ്യൂസ് ഇത് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഈ വെള്ളം ഒന്ന് ചൂടാറിയിട്ട് വേണം ഈ ചൈനീസ് ഓറഞ്ച് ഒഴിക്കാനായിട്ട്. അതുപോലെ തന്നെ മധുരം വേണം എന്നുള്ളവർക്ക് ഹണി ഒഴിക്കാം, ചെറുതേനോ അല്ലെങ്കിൽ വലിയ തേനോ ഒഴിക്കാം. അത് ചൂടാറിയിട്ട് തന്നെ ഒഴിക്കുന്നതാണ് നല്ലത്.
പിന്നെ പഞ്ചസാര അധികം ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഉപ്പിട്ട് കുടിക്കണം എന്നുള്ളവർക്ക് ഇന്ദുപ്പിട്ട് കുടിക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഉപ്പ് സാൾട്ട് ഒക്കെ കൂടിപ്പോവും, പ്രഷറും കൂടും. ഈ ജ്യൂസ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജ്യൂസിൻ്റെ കളർ മാറ്റം കണ്ടോ? ലൈറ്റ് പിങ്ക് ആയത് ഒന്നുകൂടെ ഡാർക്കായിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ ഇടാൻ പോകുന്നത് കുറച്ച് ഇന്ദുപ്പാണ്. അപ്പോൾ ഇതിലോട്ട് കുറച്ച് ഇന്ദുപ്പ് ഇട്ട് കൊടുക്കാം. ഈ ചെറുനാരങ്ങ ജ്യൂസ് നമ്മൾ ഒഴിക്കേണ്ടത് വെള്ളം ചൂടാറിയതിന് ശേഷം മാത്രമേ ഒഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് നല്ലതല്ല കേട്ടോ. അതുപോലെ തേനോ പഞ്ചസാരയോ ഇടുന്നവർക്ക്, ഷുഗറുള്ള രോഗികൾക്ക് ഇത് നല്ലതല്ല. തേനോ പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ഇതൊന്നും നല്ലതല്ല ഷുഗർ പേഷ്യൻസിന്. ഏറ്റവും നല്ലത് ഇന്ദുപ്പായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ കരുതുന്നു. ഇങ്ങനെ ഒരു ജ്യൂസ് ഉണ്ടാക്കി കുടിച്ച് നോക്കണം. ചൈനീസ് ഓറഞ്ച് അല്ലെങ്കിൽ ലെമൺ ഒഴിച്ചാലും ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നല്ലൊരു ജ്യൂസാണ്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിച്ചാൽ നല്ല രസമാണ് കേട്ടോ. ഓക്കേ, താങ്ക് യു വെരി മച്ച്.